നമസ്കാരം. 2 മണി വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വിശദമായ വാർത്തയിലേക്ക്. അന്വേഷണം പ്രതികളിലേക്ക്. സംസ്ഥാനത്തെ ATM കവർച്ചയ്ക്ക് പിന്നിൽ കേരളത്തിന് പുറത്തുനിന്നുള്ള പ്രൊഫഷണൽ മോഷ്ടാക്കളെന്ന് തെളിഞ്ഞു കഴിഞ്ഞു. 7 അംഗ സംഘമാണെന്ന് കൊരട്ടിയിൽ മോഷണം നടത്തിയതെന്ന് പോലീസ് അറിയിച്ചു. പ്രതികൾക്ക് പ്രാദേശിക സഹായം ലഭിച്ചിരുന്നതായും സൂചന. സംസ്ഥാനത്തെ 2 ഇടങ്ങളിൽ നടന്ന ATM കവർച്ചയ്ക്ക് പിന്നിൽ മുൻപും മോഷണം നടത്തിയിട്ടുള്ള വിദഗ്ധ സംഘമാണെന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ. വാഹനം മോഷ്ടിച്ചും ഗ്യാസ് കട്ടർ തുടങ്ങിയവ ഉപയോഗിച്ച് ആരുമറിയാതെ മോഷണം നടത്തിയതും ഇതിന്റെ തെളിവാണ്. ഇവർക്ക് പ്രാദേശിക സഹായം ലഭിച്ചിരുന്നോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. CCTV ദൃശ്യങ്ങളും വന്ന റൂട്ട്, വാഹനം, അതിന്റെ ഡീറ്റെയിൽസ് മാത്രമേ ലഭിച്ചിട്ടുള്ളൂ. വാഹനം ഇവർ മോഷ്ടിച്ചെടുത്തതായിട്ടാണ് ഇപ്പോഴത്തെ അന്വേഷണത്തിൽ മനസ്സിലായിട്ടുള്ളത്. ഇരുമ്പനത്തും ചാലക്കുഴിയിലും കവർച്ച നടത്തിയ ATMകളിൽ ഫോറൻസിക് സംഘം ഇന്ന് പരിശോധന നടത്തി. മോഷ്ടാക്കൾ ഉപേക്ഷിച്ച പിക്കപ്പ് വാഹനത്തിന്റെ 100 മീറ്റർ അകലെ നിന്നും രക്തക്കറ ലഭിച്ചുവെങ്കിലും ഇതിന് കേസുമായി ബന്ധമില്ലെന്നാണ് പോലീസിന്റെ നിഗമനം. പ്രതികളുടെ മൊബൈൽ ടവർ കേന്ദ്രീകരിച്ചും അന്വേഷണം പുരോഗമിക്കുന്നുണ്ട്. ഇവർ ട്രെയിനിലാണോ ബസ്സിലാണോ രക്ഷപ്പെട്ടത് എന്ന കാര്യത്തിൽ വ്യക്തത ലഭിച്ചിട്ടില്ല. ഈ പ്രദേശത്തെ CCTV ക്യാമറ ദൃശ്യങ്ങളും പോലീസ് പരിശോധിക്കുന്നുണ്ട്. ന്യൂസ് 18 കൊച്ചി. ഡൽഹിയിൽ പട്ടാപ്പകൽ ബാങ്ക് കൊള്ള. ആയുധധാരികളായ 6 പേരാണ് നജഫ്ഗഡിലെ കോർപ്പറേഷൻ ബാങ്കിൽ കൊള്ള നടത്തിയത്. കവർച്ചക്കാരുടെ വെടിവെപ്പിൽ ക്യാഷർ മരിച്ചു. ബാങ്കിലെത്തിയ സംഘം കാവൽക്കാരന്റെ തോക്ക് പിടിച്ചുവാങ്ങി. ബാങ്കിലുണ്ടായിരുന്നവരെ ബന്ദികളാക്കിയ ശേഷം കൊള്ള നടത്തുകയായിരുന്നു. കൊള്ള നടത്തിയവർ ഗുഡ്ഗാവ് ഭാഗത്തേക്കാണ് പോയതെന്ന് കണ്ടെത്തി പോലീസ് അന്വേഷണം ഊർജിതമാക്കി. താരസംഘടന അമ്മയ്ക്കെതിരെ WCC കടുത്ത നിലപാടുമായി രംഗത്ത്. കൂടുതൽ നടിമാർ അമ്മയിൽ നിന്ന് രാജിവെക്കാൻ ഒരുങ്ങുന്നു. ദിലീപിനെ തിരിച്ചെടുത്ത തീരുമാനം റദ്ദാക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് നിലപാട് കടുപ്പിക്കുന്നത്. ഇക്കാര്യം ചർച്ച ചെയ്യാൻ വുമൺ ഇൻ സിനിമ കളക്ടീവ് യോഗം ഇന്ന് കൊച്ചിയിൽ ചേരും. അമ്മയുടെ ജനറൽ ബോഡി യോഗത്തിൽ ദിലീപിനെ തിരിച്ചെടുത്ത നടപടിയിൽ പ്രതിഷേധിച്ച് രേവതി, പാർവതി, പത്മപ്രിയ എന്നിവർ ചേർന്ന് കഴിഞ്ഞ ഓഗസ്റ്റിൽ കത്ത് നൽകിയിരുന്നു. ഈ പ്രശ്നം ചർച്ചയിലൂടെ പരിഹരിക്കാമെന്ന് ഉറപ്പ് നൽകിയിരുന്നുവെങ്കിലും താരസംഘടനയുടെ ഭാഗത്തുനിന്ന് നടപടിയുണ്ടായില്ല. ജനറൽ ബോഡി യോഗത്തിലെടുത്ത തീരുമാനം തിരുത്താൻ എക്സിക്യൂട്ടീവിന് കഴിയില്ല എന്ന നിലപാടിലാണ് അമ്മ. എന്നാൽ തിലകനെ പുറത്താക്കാനടക്കമുള്ള തീരുമാനങ്ങൾ എടുത്തത് എക്സിക്യൂട്ടീവാണെന്ന് ചൂണ്ടിക്കാട്ടി കത്ത് നൽകിയിട്ടും അടുത്ത ജനറൽ ബോഡി യോഗം എന്നു ചേരുമെന്ന് വ്യക്തമാക്കാനും അമ്മ ഭാരവാഹികൾ തയ്യാറായില്ല. അമ്മയുടെ ഭരണഘടന കാലോചിതമായി പരിഷ്കരിക്കണമെന്ന ആവശ്യത്തിനും വ്യക്തമായ മറുപടി ലഭിച്ചില്ല. ഈ സാഹചര്യത്തിൽ അമ്മയിൽ നിന്ന് രാജിവെക്കുന്നത് അടക്കമുള്ള തീരുമാനങ്ങളിലേക്ക് നീങ്ങണമെന്നാണ് ഒരു വിഭാഗത്തിന്റെ ആവശ്യം. WCC അംഗങ്ങൾ ഇന്ന് വൈകിട്ട് മാധ്യമങ്ങളെ കാണും. ന്യൂസ് 18 കൊച്ചി. മീടു വിവാദം മലയാള സിനിമയിലേക്കും വ്യാപിക്കാൻ സാധ്യതയുണ്ടെന്ന് എഴുത്തുകാരൻ NS മാധവൻ. വലിയ മീടു ക്യാമ്പയിന് സാധ്യതയുണ്ടെന്ന് തനിക്ക് സൂചന ലഭിച്ചതായി അദ്ദേഹം ട്വീറ്റ് ചെയ്തു. വിമൺ ഇൻ സിനിമ കളക്ടീവ് പ്രവർത്തകരുടെ വാർത്താ സമ്മേളനം വൈകുന്നേരം നടക്കാനിരിക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് NS മാധവന്റെ ട്വീറ്റ്. വൈകിട്ട് 4 മണിക്ക് നടക്കുന്ന വാർത്താ സമ്മേളനത്തിൽ മാധ്യമപ്രവർത്തകർ പങ്കെടുക്കാതിരിക്കരുതെന്നും അദ്ദേഹം പറഞ്ഞു. കേന്ദ്രമന്ത്രി MJ അക്ബറിനെതിരെ ഉയർന്ന ലൈംഗിക ആരോപണങ്ങൾ പാർട്ടി പരിശോധിക്കുമെന്ന് BJP ദേശീയ അധ്യക്ഷൻ അമിത്ഷാ. ആർക്കെതിരെയും സമൂഹ മാധ്യമങ്ങളിലൂടെ ആരോപണം ഉന്നയിക്കാമെന്നും എന്നാൽ അന്വേഷിക്കാതെ സത്യാവസ്ഥ വ്യക്തമാകില്ലെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം വിദേശത്തുള്ള മന്ത്രി നാളെ മടങ്ങിയെത്തും. മീടു ക്യാമ്പയിനിലൂടെ MJ അക്ബറിനെതിരെ വനിതാ മാധ്യമപ്രവർത്തകർ ഉന്നയിച്ച ഗുരുതര ആരോപണങ്ങളെപ്പറ്റി ആദ്യമായാണ് അമിത്ഷായുടെ പ്രതികരണം. അന്വേഷണം നടത്തിയാലേ ആരോപണത്തിന്റെ നിജസ്ഥിതി വ്യക്തമാകൂവെന്ന് അമിത്ഷാ പറഞ്ഞു. സമൂഹ മാധ്യമങ്ങളിലൂടെ ആർക്കു വേണമെങ്കിലും ആരോപണം ഉന്നയിക്കാം. വെളിപ്പെടുത്തിയവരുടെ വിശ്വാസ്യതയും ആരോപണത്തിന്റെ കൃത്യതയും ഉറപ്പുവരുത്തണം. ആരോപണങ്ങൾ ശക്തമാകുന്നതിനിടെ വിദേശ പര്യടനം വെട്ടിച്ചുരുക്കി MJ അക്ബർ ഞായറാഴ്ച ഡൽഹിയിലെത്തും. പ്രധാനമന്ത്രിയുമായും BJP നേതാക്കളുമായും ചർച്ച നടത്തിയ ശേഷമാകും രാജിക്കാര്യത്തിൽ തീരുമാനം. മാധ്യമപ്രവർത്തകനായിരിക്കെ നടത്തിയ പെരുമാറ്റങ്ങളാണ് ആരോപണങ്ങളുടെ അടിസ്ഥാനമെന്നിരിക്കെ രാജിക്കാര്യത്തിൽ പാർട്ടിക്കകത്ത് വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ അടുത്തിരിക്കെ ആരോപണം പാർട്ടിക്ക് ഗുണകരമാകില്ലെന്നാണ് രാജി ആവശ്യപ്പെടുന്നവരുടെ നിലപാട്. അതിനിടെ മീടു ക്യാമ്പയിന്റെ ഭാഗമായി കൂടുതൽ ആരോപണങ്ങൾ പുറത്തുവരികയാണ്. BCCI CEO രാഹുൽ ജോഹ്രി ലൈംഗികാതിക്രമം നടത്തിയെന്ന് വനിതാ മാധ്യമപ്രവർത്തക വെളിപ്പെടുത്തി. ന്യൂസ് 18 ഡൽഹി. സഹായ വഴി തടഞ്ഞു കേന്ദ്രം.
പ്രളയ പുനരധിവാസത്തിന് സാമ്പത്തിക സഹായം തേടിയുള്ള മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും വിദേശയാത്ര അനിശ്ചിതത്വത്തിൽ. ഈ മാസം 18-ന് ആരംഭിക്കേണ്ട വിദേശ സന്ദർശനത്തിന് കേന്ദ്ര അനുമതി ഇതുവരെ ലഭ്യമായിട്ടില്ല. നയതന്ത്ര അനുമതി വൈകുന്നതുമൂലം യാത്ര മാറ്റിവെക്കേണ്ടി വരുമെന്നാണ് സൂചന. വായ്പാ പരിധി ഉയർത്തണമെന്ന സംസ്ഥാനത്തിന്റെ ആവശ്യത്തിന് അനുമതി ലഭിക്കാത്തത് ലോകബാങ്ക് വായ്പ വാങ്ങുന്നതിനും കേരളത്തിന് വെല്ലുവിളിയാകും. വിദേശ മലയാളികളുടെ സാമ്പത്തിക സഹായം പരമാവധി സ്വീകരിക്കുക ലക്ഷ്യമിട്ടാണ് മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും യാത്ര നിശ്ചയിച്ചത്. ഈ മാസം 17 മുതൽ 22 വരെ നീളുന്ന യാത്രയിൽ മുഖ്യമന്ത്രിക്ക് പുറമെ 16 മന്ത്രിമാർ വിവിധ രാജ്യങ്ങളെത്താനായിരുന്നു പദ്ധതി. പക്ഷേ കേന്ദ്ര സർക്കാർ മന്ത്രിമാരുടെ യാത്രയ്ക്ക് ഇതുവരെ അനുമതി നൽകിയിട്ടില്ല. UAE സന്ദർശിക്കാൻ മുഖ്യമന്ത്രിക്ക് അനുമതിയായെങ്കിലും ഇതിന് കടുത്ത വ്യവസ്ഥകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വിദേശ പ്രതിനിധികളുമായി കൂടിക്കാഴ്ച പാടില്ല എന്നാണ് നിർദ്ദേശം. ആഴ്ചകൾക്ക് മുൻപേ മന്ത്രിമാരുടെ യാത്രാനുമതിക്കായി അപേക്ഷ വിദേശകാര്യ മന്ത്രാലയത്തിലെത്തിയെങ്കിലും നടപടിക്രമങ്ങൾ വൈകുകയാണ്. വിദേശകാര്യ മന്ത്രാലയം നൽകേണ്ട നയതന്ത്ര അനുമതിക്ക് പുറമെ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ അനുമതിയും മന്ത്രിമാർക്ക് വേണം. വിദേശയാത്രയ്ക്ക് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ അനുമതി വൈകുന്നത് യാത്രാ പരിപാടി തന്നെ റദ്ദാക്കേണ്ടി വരുമെന്നാണ് സർക്കാർ കേന്ദ്രങ്ങൾ നൽകുന്ന സൂചന. എന്നാൽ കേന്ദ്ര നടപടിയെ ന്യായീകരിച്ച് BJP രംഗത്തെത്തി. ധാരാളം പണം നമ്മുടെ സംസ്ഥാനത്തേക്ക് ഒഴുകിയെത്തിയിട്ടുണ്ട്. അത് അയച്ചു കൊടുത്തവരിൽ പ്രധാനപ്പെട്ടത് പ്രവാസികളായ മലയാളികളാണ്. ഇനി അത് തേടിയിട്ട് അങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ല. അത് ഈ പണം ദുരുപയോഗം ചെയ്യാൻ വേണ്ടിയാണ്, ചൂഷണം ചെയ്യാൻ വേണ്ടിയാണ്. അതുകൊണ്ട് ആ നിലപാടിനോട് തീർച്ചയായിട്ടും കേന്ദ്ര സർക്കാർ അവരെ പോകാൻ അനുവദിക്കുന്നില്ലെങ്കിൽ അത് നല്ല കാര്യമാണെന്നുള്ളതാണ് BJPയുടെ അഭിപ്രായം. വായ്പാ പരിധി ഉയർത്തണമെന്ന കേരളത്തിന്റെ ആവശ്യത്തിലും കേന്ദ്ര നടപടിക്രമങ്ങൾ വൈകുകയാണ്. ഇത് ലോകബാങ്ക് വായ്പ നേടാനുള്ള സംസ്ഥാനത്തിന്റെ നീക്കത്തെയും പ്രതിസന്ധിയിലാക്കും. ന്യൂസ് 18 തിരുവനന്തപുരം. ശശിക്കെതിരെ നടപടിയുണ്ടായേക്കും. PK ശശിക്കെതിരായ പാർട്ടി കമ്മീഷൻ റിപ്പോർട്ടിന്റെ അനിശ്ചിതത്വങ്ങൾക്കിടെ CPM സംസ്ഥാന കമ്മിറ്റി യോഗം തുടരുന്നു. ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് സംസ്ഥാന സമിതി രാവിലെ ചർച്ച ചെയ്തത്. PK ശശിക്കെതിരെയുള്ള റിപ്പോർട്ട് ഉച്ചയ്ക്ക് ശേഷം സംസ്ഥാന സമിതിയിൽ വന്നേക്കുമെന്നാണ് സൂചന. അങ്ങനെയെങ്കിൽ അതിനു മുന്നേ സെക്രട്ടേറിയറ്റ് യോഗം ചേർന്ന് റിപ്പോർട്ട് ചർച്ച ചെയ്യും. രാവിലെ സമിതി ചേർന്നപ്പോൾ PK ശശിക്കെതിരായ റിപ്പോർട്ട് പരിശോധിച്ചിരുന്നില്ല. അനിശ്ചിതത്വങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. സംസ്ഥാന കമ്മിറ്റി യോഗം തുടരുന്നു. VV അരുൺ ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. അരുൺ, ഉച്ചയ്ക്ക് ശേഷമുള്ള കമ്മിറ്റി ഇപ്പോഴും തുടരുകയാണോ? എന്തെങ്കിലും സാധ്യത PK ശശിക്കെതിരായ നടപടിയിൽ ഇല്ലെങ്കിൽ റിപ്പോർട്ട് പരിശോധിക്കാൻ സാധ്യതയുണ്ടോ? വിശദാംശങ്ങൾ. CPM സംസ്ഥാന സമിതി ഉച്ചഭക്ഷണത്തിന് പിരിഞ്ഞു. വൈകിട്ട് 3:30 വീണ്ടും കമ്മിറ്റി ആരംഭിക്കും. പക്ഷേ ശശിക്കെതിരായ റിപ്പോർട്ട് ഇന്നും CPM സംസ്ഥാന സമിതിയിൽ വരാൻ ഇടയില്ലെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. റിപ്പോർട്ട് പൂർത്തിയായില്ലെന്ന് തന്നെയാണ് കമ്മീഷൻ അംഗങ്ങളായ AK ബാലനും PK ശ്രീമതിയും വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ റിപ്പോർട്ട് സമർപ്പണം വൈകും. ഇന്ന് സംസ്ഥാന സമിതി അവസാനിച്ചാൽ ഏകദേശം 1 മാസം കഴിയും അടുത്ത സംസ്ഥാന സമിതി യോഗം ചേരാൻ. സംസ്ഥാന സെക്രട്ടറിയുടെയൊക്കെ ചേരുമെങ്കിലും സംസ്ഥാന സമിതി തീയതി നിശ്ചയിക്കേണ്ടത്. ഏതായാലും അന്ന് ശശിക്കെതിരായ നടപടിയും വൈകുമെന്ന സൂചന തന്നെയാണ് ലഭിക്കുന്നത്. കർശന നടപടി വേണമെന്ന ആവശ്യത്തിൽ പെൺകുട്ടി ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു. പാലക്കാട്ടെ CPM ഒരു വിഭാഗവും ഇത്തരം നടപടി ശക്തമായി വേണമെന്ന് ആവശ്യപ്പെടുന്നു. അപ്പോഴും CPMന്റെ നടപടി വൈകുമെന്ന സൂചന തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. ശരി അരുൺ. PK ശശിക്കെതിരായ നടപടിയിൽ പാർട്ടി തീരുമാനമെടുത്തിട്ടില്ല. അരുണാണ് വിശദാംശങ്ങൾ നൽകിയത്. മറ്റു വാർത്തകളിലേക്ക് എത്താം ഇടവേളയ്ക്ക് ശേഷം. ശരണം അകലെ. ശബരിമല വിധിക്കെതിരെ തന്ത്രി കുടുംബം സുപ്രീംകോടതിയിൽ പുനഃപരിശോധനാ ഹർജികൾ നൽകി. ക്ഷേത്രത്തിലെ ആചാരാനുഷ്ഠാനങ്ങളുടെ കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കാനുള്ള അധികാരം തന്ത്രി കുടുംബത്തിനാണെന്ന് ഹർജിയിൽ പറയുന്നു. അതേസമയം അയ്യപ്പ ഭക്തരെ അപമാനിക്കുന്ന വാദമാണ് NSSന്റേതെന്ന് ആരോപിച്ച് അഭിഭാഷകയായ TP സിന്ധുവും സുപ്രീംകോടതിയെ സമീപിച്ചു. സുപ്രീംകോടതി വിധി ശബരിമലയിലെ ആചാരങ്ങളിലുള്ള കടന്നുകയറ്റമെന്നാരോപിച്ചാണ് താഴ്മൺ കുടുംബത്തിലെ കണ്ഠരര് മോഹനര്, കണ്ഠരര് രാജീവര് എന്നിവരുടെ പുനഃപരിശോധനാ ഹർജികൾ. വിഗ്രഹാരാധന ഹിന്ദുമതത്തിൽ അനിവാര്യമാണ്. വിഗ്രഹത്തിനുള്ള അവകാശം ഭരണഘടനയുടെ 25(1) അനുച്ഛേദത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ശബരിമലയിലെ ആചാരാനുഷ്ഠാനങ്ങളുടെ കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കാനുള്ള അധികാരം താഴ്മൺ കുടുംബത്തിനാണെന്ന് കേരള ഹൈക്കോടതി വ്യക്തമാക്കിയതായും ഹർജിയിൽ ചൂണ്ടിക്കാണിക്കുന്നു. അതിനിടെ ലക്ഷക്കണക്കിന് അയ്യപ്പ ഭക്തരെ അപമാനിക്കുന്നതാണ് NSSന്റെ പുനഃപരിശോധനാ ഹർജിയിലെ വാദമെന്ന് കാട്ടിയാണ് സിന്ധു TP സുപ്രീംകോടതിയെ സമീപിച്ചത്. 10 വയസ്സുള്ള കുട്ടിയെ അയ്യപ്പന്റെ ബ്രഹ്മചര്യത്തെ ഭേദിക്കാൻ സാധ്യതയുള്ള ആളായി
ചിത്രീകരിക്കുന്നത് അയ്യപ്പനെ അപമാനിക്കുന്നതിനും അപകീർത്തിപ്പെടുത്തുന്നതിനും തുല്യമാണ്. ചെറിയ കുട്ടികളുടെ മനസ്സിൽ ദൈവത്തെപ്പറ്റി തെറ്റായ ബോധമാണ് ഇതിലൂടെ ഉണ്ടാവുകയെന്നും NSSന്റെ പുനഃപരിശോധനാ ഹർജിയിൽ കക്ഷി ചേരാൻ നൽകിയ അപേക്ഷയിൽ പറയുന്നു. ന്യൂസ് 18 ഡൽഹി. ശബരിമല സ്ത്രീ പ്രവേശനത്തിനെതിരെ സംസ്ഥാനത്ത് പ്രതിഷേധം തുടരുന്നു. കൊച്ചിയിൽ നടന്ന ബ്രഹ്മാണ്ഡ നാമജപയാത്രയിൽ ആയിരക്കണക്കിന് പേർ പങ്കെടുത്തു. വിശ്വാസികൾക്കൊപ്പമാണ് UDF എന്ന് കൺവീനർ ബെന്നി ബെഹനാൻ പറഞ്ഞു. NDA നടത്തുന്ന ശബരിമല സംരക്ഷണ റാലി കൊല്ലത്ത് പര്യടനം തുടരുന്നു. എറണാകുളം ശിവക്ഷേത്രത്തിന്റെ പടിഞ്ഞാറേ നടയിൽ നിന്നാണ് ബ്രഹ്മാണ്ഡ നാമജപയാത്ര തുടങ്ങിയത്. ഗുരുവായൂർ തന്ത്രി ചേന്നാസ് ദിനേശൻ നമ്പൂതിരി തിരിതെളിയിച്ചു. സ്ത്രീകളും കുട്ടികളുമടക്കം ആയിരക്കണക്കിന് പേർ യാത്രയിൽ അണിനിരന്നു. അധർമ്മങ്ങൾ ഞങ്ങൾ അനുവദിക്കില്ല. അതിന് ഏതറ്റം വരെയും ധർമ്മസമരമാണ് ഞങ്ങൾ ആഹ്വാനം ചെയ്തിരിക്കുന്നത്. കോൺഗ്രസ് നേതാക്കൾ നടനും എംപിയുമായ സുരേഷ് ഗോപി, പന്തളം രാജകുടുംബാംഗങ്ങൾ തുടങ്ങിയവരും പിന്തുണയർപ്പിക്കാനെത്തി. വിശ്വാസികൾക്കൊപ്പമാണ് UDF എന്ന് കൺവീനർ ബെന്നി ബെഹനാൻ പറഞ്ഞു. അത് കോൺഗ്രസും ഐക്യജനാധിപത്യ മുന്നണിയും അർത്ഥശങ്കക്കിടവില്ലാത്ത രീതിയിൽ പറഞ്ഞു. വിശ്വാസികളോടൊപ്പമാണ് UDF കോൺഗ്രസും. ഈ പ്രശ്നം ഇത്രയും വഷളാക്കാൻ പാടില്ലായിരുന്നു. BJP സംസ്ഥാന അധ്യക്ഷൻ PS ശ്രീധരൻപിള്ള നയിക്കുന്ന ലോങ് മാർച്ച് കൊല്ലം ജില്ലയിൽ പര്യടനം തുടരുകയാണ്. അറ്റോർണി ജനറലിന്റെ ഉത്തരവാദിത്ത ബോധത്തോടുള്ള പ്രസ്താവനയോട് കേരള സർക്കാരിന്റെ പ്രതികരണം എന്താണ്, അഭിപ്രായം എന്താണെന്ന് മുഖ്യമന്ത്രിയോ അതല്ലെങ്കിൽ ദേവസ്വത്തിന്റെ മന്ത്രിയോ പ്രതികരണം നടത്തണം എന്ന് ഈ അവസരത്തിൽ ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. മാടൻനടയിൽ നിന്നാണ് ഇന്നത്തെ മാർച്ച് തുടങ്ങിയത്. പ്രത്യക്ഷ സമരത്തിൽ നിന്ന് കോൺഗ്രസ് പിന്മാറിയത് വിശ്വാസികളോടുള്ള വഞ്ചനയാണെന്ന് ശ്രീധരൻപിള്ള ആരോപിച്ചു. കൊല്ലം ജില്ലയിലെ പര്യടനം പൂർത്തിയാക്കി ലോങ് മാർച്ച് നാളെ തിരുവനന്തപുരം ജില്ലയിലേക്ക് പ്രവേശിക്കും. മറ്റന്നാളാണ് സമാപനം. ന്യൂസ് 18 കൊല്ലം, കൊച്ചി. ശബരിമല സ്ത്രീ പ്രവേശനത്തെ രാഷ്ട്രീയവൽക്കരിക്കരുതെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. BJP അതിന് ശ്രമിച്ചാൽ കനത്ത തിരിച്ചടി ലഭിക്കും. കോൺഗ്രസ് വിശ്വാസികൾക്കൊപ്പമാണെന്നും ചെന്നിത്തല മൂവാറ്റുപുഴയിൽ പറഞ്ഞു. ഒരു സഹായം ഉണ്ടാവില്ല. BJPയുടെ ജാഥയ്ക്ക് തന്നെ വളരെ ശുഷ്കമായ പ്രതികരണമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെ രാഷ്ട്രീയവൽക്കരിക്കാൻ ആരും ആഗ്രഹിക്കാൻ പാടില്ല. ആഗ്രഹിച്ച BJPക്ക് കനത്ത തിരിച്ചടിയാണ് ഉണ്ടായിട്ടുള്ളത്. ഇത് വിശ്വാസികളോടൊപ്പമാണ് കോൺഗ്രസ്. അവരുടെ വികാരങ്ങളോടൊപ്പം ഞങ്ങൾ ചേർന്ന് നിൽക്കുകയാണ്. അതിനകത്ത് ഒരു മാറ്റവുമില്ല. മുതലെടുക്കാൻ ശ്രമിച്ച BJPക്ക് കനത്ത തിരിച്ചടി തന്നെയാണ് ഉണ്ടായത്. ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന സമരങ്ങൾ കോടതി അലക്ഷ്യമാണെന്ന് ജസ്റ്റിസ് കമാൽ പാഷ. റിവ്യൂ ഹർജി കൊണ്ട് ഒരു പ്രയോജനവും ഉണ്ടാകില്ല. വിധി മറികടന്ന് ഓർഡിനൻസ് ഇറക്കാനാകില്ല. ഓർഡിനൻസ് ഇറക്കിയാൽ അത് ഭരണഘടനാ ലംഘനമായി മാറുമെന്നും വിധിയിൽ തെറ്റില്ലെന്നും ജസ്റ്റിസ് കമാൽ പാഷ കോട്ടയത്ത് പറഞ്ഞു. ഇത് തെരുവിലോട്ട് ബഹളത്തിന് ഇറങ്ങാനല്ല. ഇത് യഥാർത്ഥത്തിൽ സുപ്രീം കോടതിയിൽ കണ്ടംപ്റ്റാണ് ഇപ്പം നടക്കുന്നത്. കണ്ടംപ്റ്റസാണ്. കണ്ടംപ്റ്റ് ആണ് ഈ കോട്ടലക്ഷ്യമാണ് ഇവിടെ റോഡിൽ നടക്കുന്നതൊക്കെ. അതെല്ലാം തെറ്റാണ്. ഇപ്പോൾ കേന്ദ്രം ഭരിക്കുന്ന ഗവൺമെന്റിന്റെ ആളുകളാണല്ലോ ഇവിടെ ബഹളം ഉണ്ടാക്കുന്നത്. അവിടെ അവർ സമ്മതിച്ചെന്തിനായത്? അവർ പോയി അതിനെ അവിടെ സപ്പോർട്ട് ചെയ്തതിന് ശേഷം ഇവിടെ തെരുവിൽ ബഹളം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ പാവങ്ങളുടെ കണ്ണിൽ പൊടിയിടാനല്ലേ? ഇത് ഇലക്ഷൻ സ്റ്റണ്ടല്ലേ? ഇതൊക്കെ ഒന്നും ഒരു പ്രയോജനമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അതിന് യാതൊരു പ്രയോജനമില്ല. അതിനകത്ത് എന്തെങ്കിലും തെറ്റ് വേണ്ടേ? ആ ജഡ്ജ്മെന്റ് ഞാൻ നോക്കിയതാണ്. ആ ജഡ്ജ്മെന്റ് ഒന്നും തെറ്റ് പറയാൻ ഒക്കത്തില്ല. കൊല്ലം തുളസിയുടെ വിവാദ പ്രസ്താവനയ്ക്കെതിരെ സാമൂഹ്യ പ്രവർത്തക തൃപ്തി ദേശായി. മാപ്പ് അർഹിക്കാത്ത പരാമർശമാണ് നടന്റേത്. സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ ശബരിമലയിലേക്ക് പോകുന്ന സ്ത്രീകൾക്ക് സംസ്ഥാന സർക്കാർ സംരക്ഷണം ഒരുക്കണമെന്നും തൃപ്തി ദേശായി ആവശ്യപ്പെട്ടു. केरला के कोल्लम तुलसी एक्टर ने आज जो महिलाओं के बारे में बयान किया है, सबसे पहले तो ये दुनिया के सभी महिलाओं का जो है वो अपमान है. ये तो माफी के लायक भी नहीं है. अभी सुप्रीम कोर्ट ने हमें वर्डिक्ट दिया है, उसके बाद महिलाओं को दरवाजे जो है वो मंदिर के खुले हुए हैं. उसके बाद ऐसी गुंडागिरी करके और इनको जो भड़का रहे वहां के मंदिर के जो प्रीस्ट है उनको भी इसके ऊपर जो है वो उनके ऊपर भी FIR दर्ज होनी. ശബരിമല സ്ത്രീ പ്രവേശനത്തിൽ ശിവസേനയുടെ ഭീഷണി. എല്ലാ സ്ത്രീകൾക്കും പ്രവേശനം അനുവദിച്ചാൽ ആത്മഹത്യ ചെയ്യുമെന്ന് ശിവസേന നേതാവ് പെരിങ്ങമല അജിത് പറഞ്ഞു. തീർച്ചയായിട്ടും അങ്ങനെ ഒരു സംഭവം ഉണ്ടായാൽ 7 അംഗമടങ്ങുന്ന ഒരു ആത്മഹത്യാ സ്ക്വാഡ് നിലവിലുണ്ട്. അത് അയ്യപ്പ ഭക്തന്മാരാണ്.
അയ്യപ്പന്റെ ധർമ്മം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഏത് നിലപാട് സ്വീകരിക്കുവാനും ഈ 7-അംഗ സ്ക്വാഡ് തയ്യാറാണ്. അവർ ആത്മഹത്യ ചെയ്യും. അതിനെ ചെറുക്കേണ്ടത് ഗവൺമെന്റാണ്. അവിടെ യുവതികളെ പ്രവേശിച്ചുകൊണ്ട് അയ്യപ്പന്മാരെ ആത്മഹത്യയിലേക്ക് തള്ളിവിടരുത്. അങ്ങനെ നിലപാടെടുക്കുവാൻ കേരളത്തിലെ ദേവസ്വം ബോർഡും കേരള ഗവൺമെന്റും കേന്ദ്ര ഗവൺമെന്റും അടിയന്തരമായി ഈ വരുന്ന 17 മുതൽ 22 വരെ ശബരിമലയിലെ ഭാഗങ്ങളിൽ ശിവസേന പ്രവർത്തകർ തമ്പടിച്ചിരിക്കും. ശബരിമലയിൽ എല്ലാ പ്രായത്തിലുമുള്ള സ്ത്രീകൾ പ്രവേശിച്ചിരുന്നതായി 1990-ലെ വിവാദ ചിത്രമെടുത്ത ഫോട്ടോഗ്രാഫർ AP ജോയ് ന്യൂസ് 18നോട് പറഞ്ഞു. ദേവസ്വം ബോർഡിന്റെ അനുമതിയോടെ തന്നെ ഉന്നതരുടെ ബന്ധുക്കളായ സ്ത്രീകൾ സന്നിധാനത്തെത്തിയിരുന്നു. 1990-ൽ ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്ന ചന്ദ്രികയുടെ ചെറുമകളുടെ ചോറൂണിന്റെ ചിത്രങ്ങൾ പുറത്തുവന്നതാണ് സ്ത്രീ പ്രവേശനം നിരോധിച്ചുകൊണ്ടുള്ള ഹൈക്കോടതി ഉത്തരവിന് കാരണമായത്. ശബരിമലയിലെ ചിത്രങ്ങൾ പത്രങ്ങൾക്കായി പകർത്തിയിരുന്നത് കോട്ടയത്തു നിന്നുള്ള AP ജോയി ആയിരുന്നു. ദേവസ്വം ബോർഡിലെ ഉന്നതരുടെ ഒത്താശയോടെ അക്കാലത്ത് എല്ലാ പ്രായത്തിലുമുള്ള സ്ത്രീകൾ സന്നിധാനത്തെത്തിയിരുന്നതായി ജോയി ഓർക്കുന്നു. സ്ത്രീകളായിട്ടുണ്ടെങ്കിലും ആരായാലും VIP-കൾക്ക് അവിടെ ട്രീറ്റ്മെൻറ്റ് കൊടുത്തിരുന്നു. അവർക്ക് സ്പെഷ്യൽ കൗണ്ടറിൽ കയറി തൊഴാം. അവർക്ക് അത് പല നിയമജ്ഞരുടെയും ഭാര്യമാരും പിള്ളേരും ഒക്കെ എവിടെ വന്നിട്ടുണ്ട്. എല്ലാ പ്രായത്തിലുള്ളവരും വന്നിട്ടുണ്ട്. പത്രത്തിൽ അച്ചടിച്ചു വന്ന ചിത്രം ചൂണ്ടിക്കാട്ടിയാണ് ചങ്ങനാശ്ശേരി സ്വദേശി മഹേന്ദ്രൻ ഹൈക്കോടതിക്ക് കത്തയക്കുകയും പിന്നീടത് പൊതുതാൽപര്യ ഹർജിയായി മാറുകയും ചെയ്തത്. യുവതീ പ്രവേശനത്തിന് കോടതി വിലക്കും ഏർപ്പെടുത്തി. ചിത്രം പ്രസിദ്ധീകരിക്കാതിരിക്കാൻ പണം വാഗ്ദാനം ചെയ്തിരുന്നു. ഇപ്പം നമ്മളന്ന് എന്തുകൊണ്ട് പണം കൊടുത്തില്ല എന്ന് പലരും അല്ല പൈസ വാങ്ങിക്കാതിരുന്നില്ലേ എന്ന് പലരും എന്നോട് ചോദിക്കുന്നുണ്ട്. അന്ന് പൈസ വാങ്ങിച്ചിട്ട് 50,000 രൂപ വാങ്ങിച്ചിട്ട് ഈ ഫോട്ടോ പബ്ലിഷ് കൊടുക്കാതിരുന്നാൽ ജോയിക്ക് എന്താ സംഭവിക്കുക? ഒന്നും സംഭവിക്കില്ല. കാലാനുസൃതമായ മാറ്റമെന്ന നിലയിൽ പുതിയ സുപ്രീം കോടതി വിധിയും ജോയി സ്വാഗതം ചെയ്യുന്നു. ക്യാമറമാൻ ലിബിൻ കെ ഉമ്മനൊപ്പം ജി ശ്രീജിത്ത്, ന്യൂസ് 18. ക്രിസ്തുവിരുദ്ധരും സ്ത്രീ പീഡകരുമായ മെത്രാൻമാർ സ്ഥാനം ഒഴിയുക, ചർച്ച് ആക്ട് നടപ്പാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ജോയിന്റ് ക്രിസ്ത്യൻ കൌൺസിലിന്റെ നേതൃത്വത്തിൽ എറണാകുളത്ത് മാർച്ച് നടത്തി. പാലാരിവട്ടത്തു നിന്ന് KCBC ആസ്ഥാനത്തേക്കാണ് പ്രതിഷേധ മാർച്ച് നടത്തിയത്. ബിഷപ്പ് ഫ്രാങ്കോയെ സംരക്ഷിക്കുന്ന നിലപാടാണ് KCBC സ്വീകരിക്കുന്നതെന്നും ജോയിന്റ് ക്രിസ്ത്യൻ കൌൺസിൽ ആരോപിച്ചു. ന്യൂസ് 18 സംഘടിപ്പിക്കുന്ന മലപ്പുറം എന്റെ നാട് വികസന സെമിനാറിന് കോട്ടക്കലിൽ തുടക്കമായി. പരിസ്ഥിതിക്ക് അനുയോജ്യമായ വികസന മുന്നേറ്റമാണ് കേരളത്തിന് ഇനി വേണ്ടതെന്ന് PK കുഞ്ഞാലിക്കുട്ടി MP പറഞ്ഞു. മലപ്പുറത്തിന്റെ വികസനത്തിന് പുതിയൊരു ജില്ല ആവശ്യമാണെന്ന് KN ഖാദർ MLA വ്യക്തമാക്കി. അതിജീവനത്തിന്റെ സന്ദേശവും ഉൾക്കരുത്തും കൂടിയാണ് ന്യൂസ് 18 കേരളം ഈ നാടിന് മുന്നിൽ സമർപ്പിക്കുന്നത്. എന്റെ നാട് 50 ആണ്ട് പിന്നിടുന്ന മലപ്പുറം ജില്ല നേടിയ നേട്ടങ്ങളും മുന്നോട്ടുള്ള പ്രയാണത്തിൽ വേണ്ട വികസന സങ്കല്പങ്ങളും പങ്കുവയ്ക്കുന്നതാണ് മലപ്പുറം എന്റെ നാട് വികസന സെമിനാർ. പ്രളയം ഒരു പാഠമാണെന്നും പരിസ്ഥിതി സൗഹൃദത്തിലൂന്നിയ വികസന മുന്നേറ്റം ലക്ഷ്യമാക്കണമെന്നും PK കുഞ്ഞാലിക്കുട്ടി MP അഭിപ്രായപ്പെട്ടു. വ്യവസായ മന്ത്രിയായിരുന്നപ്പോൾ പരിസ്ഥിതി സൗഹൃദത്തെ അത്ര കാര്യമാക്കിയിരുന്നില്ല. ഇന്നിപ്പോൾ താൻ മാറിയെന്ന് പ്രളയാനന്തരം നാം എങ്ങനെ അതിജീവിക്കുമെന്ന സെഷനിൽ PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. എൻവയോൺമെന്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള വ്യവസായം എന്ന് പഴയകാലത്ത് ഞാനധികം പറഞ്ഞിട്ടില്ല. പക്ഷെ ഇടയ്ക്ക് വെച്ച് ഞാൻ മാറി. ഇനി അങ്ങോട്ട് എൻവിറോൺമെൻറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ആക്ഷൻസ് മാത്രമേ നമുക്ക് ഉണ്ടാവാൻ പാടുള്ളൂ എന്നുള്ള അഭിപ്രായമാണ് എനിക്ക്. തൊട്ടു പിന്നാലെ സംസാരിച്ച KN ഖാദർ MLA ചില ഏറ്റുപറച്ചിലുകൾ കൂടി നടത്തി. പശ്ചിമഘട്ടത്തെ സംരക്ഷിക്കുവാൻ മാധവ് ഗാഡ്ഗിൽ കമ്മീഷൻ റിപ്പോർട്ട് കൊണ്ടുവന്നപ്പോൾ കേരളത്തിലെ നിയമസഭയും രാഷ്ട്രീയ കക്ഷികളും അതിനെ തള്ളിക്കളഞ്ഞത് വളരെ നിർഭാഗ്യകരമായി. ദുരന്തത്തിൻ്റെ പാഠം പഠിക്കുമ്പോൾ മാധവ് ഗാഡ്ഗിലിനെ അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ടിൻ്റെ പാവന സ്മരണയ്ക്ക് മുമ്പിൽ നമ്മൾ ആദരാഞ്ജലികൾ അർപ്പിക്കേണ്ടി വരും എന്ന് മാത്രമാണ് എനിക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളത്. ന്യൂസ് 18 കേരള എഡിറ്റർ രാജീവ് ദേവരാജ്, MLA-മാരായ ആബിദ് ഹുസൈൻ തങ്ങൾ, TV ഇബ്രാഹിം, PK അബ്ദുറബ്, AP അനിൽകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. മലപ്പുറം ജില്ലാ പഞ്ചായത്ത്, കോട്ടക്കൽ നഗരസഭ എന്നിവയുടെ സഹകരണത്തിൽ പൊതുജന പങ്കാളിത്തത്തോടെയാണ് സെമിനാർ. ന്യൂസ് 18 മലപ്പുറം. ബോബി ചെമ്മണ്ണൂർ ജ്വല്ലേഴ്സിന്റെ വജ്ര ഡയമണ്ട് ഫെസ്റ്റിന് കണ്ണൂരിൽ തുടക്കമായി. കണ്ണൂർ ക്യാപിറ്റൽ മാളിൽ സിനിമാ താരം നിഹാരിക S. മോഹൻ ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്തു. 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഡയമണ്ട് അൺകട്ട് ഡയമണ്ടുകളുടെ എക്സിക്യൂട്ടീവ് എക്സിബിഷനാണ് ഒരുക്കിയിരിക്കുന്നത്.
വ്യത്യസ്തതയിൽ പലിശ രഹിത വിൽപ്പനയും എക്സിബിഷനോടനുബന്ധിച്ച് നൽകുന്നുണ്ട്. ചടങ്ങിൽ ബോബി ചെമ്മണ്ണൂർ, മാർക്കറ്റിംഗ് സോണൽ മാനേജർ നിഷാദ്, ഡയമണ്ട് ഹെഡ് ജിജോ VN, സെയിൽസ് റീജിയണൽ മാനേജർമാരായ ഗോകുൽദാസ് സെബാസ്റ്റ്യൻ, ഷോറൂം മാനേജർ ജോർജ്, മാർക്കറ്റിംഗ് മാനേജർ അനീഷ് ബാബു തുടങ്ങിയവർ പങ്കെടുത്തു.